സാധിക്കില്ല, എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്തായാലും ഏറ്റവും നല്ല രീതിയിലാണ് ഇന്നിവിടെ പൊതുയോഗം സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാ വാർഡുകളിൽ നിന്നും 11 അംഗ കമ്മിറ്റിയാണ് ഇവിടെ പങ്കെടുക്കേണ്ടത്. നിശ്ചയിച്ച വാർഡുകളിലെ പ്രതിനിധികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. കാരണം നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുയോഗമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഓരോ വാർഡുകളിലും തെരഞ്ഞെടുക്കപ്പെട്ട ADSന്റെ 11 അംഗ കമ്മിറ്റികൾ മാത്രമാണ് ഇവിടെ വിളിച്ചു ചേർക്കുന്നത്, അല്ലേ? അപ്പോൾ ആ CDSന്റെ പൊതുയോഗത്തിൽ എന്താണോ റിപ്പോർട്ടിൽ പറയുന്നത് അത് കേൾക്കാനും അഭിപ്രായങ്ങൾ പറയാനും എല്ലാമുള്ള അവസരം നിങ്ങൾക്ക് മാത്രമാണ്. നിങ്ങളാണ് അത് താഴെ തട്ടിലേക്ക് എത്തിക്കേണ്ടതും അയൽക്കൂട്ടങ്ങളിലേക്ക് പറഞ്ഞു കൊടുക്കേണ്ടതും. അപ്പോൾ നമുക്കെല്ലാം അറിയാം, കുടുംബശ്രീ രൂപീകരിച്ചിട്ട് എത്ര വർഷമായി? 28 വർഷമായി. ഇപ്പോൾ 28 വർഷമായി നമ്മുടെ കുടുംബശ്രീ രൂപീകരിച്ചിട്ട് സ്ത്രീ ശാക്തീകരണവും സാമ്പത്തിക ശാക്തീകരണവും സാമൂഹ്യ ശാക്തീകരണവും ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിച്ച കുടുംബശ്രീ സംവിധാനം ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാം അറിയാം, 48 ലക്ഷം കുടുംബങ്ങളുള്ള വലിയൊരു പ്രസ്ഥാനമാണ് കുടുംബശ്രീ എന്നുള്ളത്. നമ്മളെ സംബന്ധിച്ച് ആരെ അഭിമാനിക്കാൻ പറ്റിയ ഒന്നാണ്. അപ്പോൾ നമുക്ക് കുടുംബശ്രീ അംഗങ്ങളായിരിക്കുന്നവരാണ് എവിടെയും നമുക്കറിയാം, ഏതൊരു അപേക്ഷാ ഫോറത്തിൽ പോലും കുടുംബശ്രീയിലെ അംഗമാണോ എന്ന് ചോദ്യമുണ്ട്, അല്ലേ? നമ്മളെ ഗ്രാമസഭേൻ്റെ അപേക്ഷാ ഫോം എടുത്താൽ അതിനകത്ത് കുടുംബശ്രീ അംഗമാണോ എന്നും കൂടി ചോദിക്കുന്നുണ്ട്. അപ്പം അത്തരത്തിൽ കുടുംബശ്രീ എവിടെ പോയാലും അറിയപ്പെടുന്ന ഒരു പ്രസ്ഥാനമായി നമ്മളെ കുടുംബശ്രീ മാറിയിട്ടുണ്ട്. കുടുംബശ്രീയുടെ എല്ലാ മേഖലകളിലേക്കും ഊന്നി നിന്നുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ നമ്മളെ കുടുംബശ്രീ CDSനെ സംബന്ധിച്ച്, നമ്മളെ ഗ്രാമപഞ്ചായത്ത് CDSനെ സംബന്ധിച്ച് ഒക്കെയാണ് നമ്മൾ 3 മാസത്തിലൊരിക്കലുള്ള ഈ വിലയിരുത്തലിൽ നമ്മൾ അവലോകനം നടത്തി പോകേണ്ടത്. നമ്മൾ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വിലയിരുത്തൽ സമിതി, നിങ്ങൾക്കെല്ലാം വിലയിരുത്തൽ സമിതി എന്നാണ് നിങ്ങൾ ഓർമ്മയിലുണ്ടാവുക, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതിൻ്റെ പേര് തന്നെ മാറ്റി സംയോജന വികസന സമിതി എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വിലയിരുത്തൽ സമിതിയിലാണ് ഗ്രാമപഞ്ചായത്തും മറ്റു നിർവ്വഹണ ഉദ്യോഗസ്ഥന്മാരും എല്ലാം ഇരുന്നുകൊണ്ട് കുടുംബശ്രീനെ വിലയിരുത്തുക. അപ്പോൾ ആ ഒരു വിലയിരുത്തൽ നമ്മൾ കഴിഞ്ഞ ദിവസം പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇരുന്ന് നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം നിങ്ങളോട് കൂടെ സൂചിപ്പിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. കാരണം ഒരു കുടുംബശ്രീ CDSനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് താഴെ തട്ടിലുള്ള അയൽക്കൂട്ടാണ്, അല്ലേ? അപ്പോൾ അയൽക്കൂട്ടം ഏറ്റവും നന്നായി പ്രവർത്തിച്ചാൽ മാത്രമേ ADS സംവിധാനവും CDS സംവിധാനവും നന്നായി മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. കഴിഞ്ഞ CDSന്റെ വിലയിരുത്തലിൽ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം ഏത് വാർഡാണോ എങ്ങനെയാണെന്നോ ഒന്നും പറയുന്നില്ല. നമുക്കറിയാം, നമ്മളിപ്പോൾ ലിങ്കേജ് ലോണും മറ്റ് ലോണുകളെല്ലാം എടുത്ത് ഒരുപാട് ആളുകൾക്ക് വലിയ സഹായമായിട്ട് നമ്മുടെ അയൽക്കൂട്ടങ്ങൾ മാറിയിട്ടുണ്ട്. നമ്മുടെ ബാങ്കുകൾ അതിനനുസരിച്ച് നമ്മളെ സഹായിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അയൽക്കൂട്ടത്തിലേക്ക് ലോൺ എടുക്കുമ്പോൾ നമുക്കൊരു ലോണിന് നിശ്ചിത പരിധി വെക്കണമെന്ന് ഇവിടെ സൂചിപ്പിച്ചു പോവുകയാണ്. കാരണം ഒരംഗത്തിന് 5 ലക്ഷം രൂപ ലോൺ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് സത്യത്തിൽ അതിശയം തോന്നി. കാരണം ഒരു അയൽക്കൂട്ടത്തിന് 20 ലക്ഷം ലോൺ ഉണ്ടെങ്കിൽ ഒരു വ്യക്തിക്കാണ് 5 ലക്ഷം രൂപ ലോൺ കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് തിരിച്ചടവ് ഉണ്ടാവുമായിരിക്കും കൃത്യമായി, പക്ഷേ അതിനൊരു പരിധി വെക്കണം. അതുപോലെ 5 ലക്ഷം രൂപയൊന്നും ഒരംഗത്തിന് കൊടുക്കാൻ പാടില്ല എന്ന് എൻ്റെ അഭിപ്രായം. കാരണം നമുക്കറിയാലോ, അല്ലേ? 20 അംഗങ്ങളുള്ള ഒരു അയൽക്കൂട്ടം, ചിലപ്പോൾ ഇപ്പോൾ 20 അംഗങ്ങളൊന്നും ഉള്ള അയൽക്കൂട്ടങ്ങൾ കുറവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 10-15 ആളുകളുള്ള അയൽക്കൂട്ടം ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും കാരണവശാൽ അടക്കാൻ സാധിക്കാതെ വന്നാൽ ആ തുക മുഴുവൻ അടക്കേണ്ടത് ആ അയൽക്കൂട്ടത്തിലെ എല്ലാ അംഗങ്ങളുമാണ്. അപ്പം നമ്മൾ ഓരോ ലോൺ കൊടുക്കുമ്പോഴും കൃത്യമായി ആലോചിച്ച് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് സൂചിപ്പിച്ചു വേണം. കാരണം കൊടുക്കണ്ട എന്നല്ല പറയുന്നത്, പക്ഷെ കൃത്യമായി തിരിച്ചടവ് വരുന്നുണ്ടോ എന്നെല്ലാം നോക്കിക്കൊണ്ട് അയൽക്കൂട്ടങ്ങൾക്ക് ലോൺ കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവണം. കൃത്യമായ ഒരു പരിശോധന ADSന്റെ നേതൃത്വത്തിൽ അയൽക്കൂട്ടങ്ങളിലേക്ക് ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് മറുപടി പറയേണ്ടി വരും, അല്ലേ? നമുക്കറിയാം, നമ്മൾ ഓരോ മാസത്തിലൊരിക്കൽ ADS യോഗം കൂടുകയാണ്. ആ യോഗത്തിൽ നമ്മൾ വന്ന് കണക്ക് വാങ്ങിക്കുന്ന കുറച്ച് കാര്യങ്ങൾ റിപ്പോർട്ടിൻ്റെ ഭാഗമായി പറയുന്നു, പിരിഞ്ഞു പോകുന്നു. അതിനപ്പുറത്തേക്ക് നമ്മൾ ഓരോ അയൽക്കൂട്ടത്തെ ആ ADS വിലയിരുത്തുന്നുണ്ടോ, ആ അയൽക്കൂട്ടത്തിൻ്റെ കണക്ക് പരിശോധിക്കുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ADS തലത്തിൽ നടത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ADS തലത്തിലുള്ള ഒരു പരിശോധനയും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അയൽക്കൂട്ടങ്ങൾക്ക് അത്രക്ക് വേണ്ടത്ര ഒരു അല്ലേ, പ്രവർത്തിക്കാനുള്ള ഒരു ഊർജം ഇല്ലാതായി പോകുന്നുണ്ടോ എന്നൊരു സംശയം നമ്മളെല്ലാം സംബന്ധിച്ചിട്ടുണ്ട്. കാരണം ഒരു അയൽക്കൂട്ടത്തിൻ്റെ കണക്ക് ADS അംഗങ്ങൾ പരിശോധിക്കുന്നു എന്ന് പറയുമ്പോൾ ആ അയൽക്കൂട്ടം കൃത്യമായി ആ ADSൽ വരാനും കണക്കുകൾ കൃത്യമായി എഴുതാനും എല്ലാം ഉള്ള ഒരു
ഇതുണ്ടാവും. പക്ഷേ അത് പരിശോധനയോ കാര്യമോ ഒന്നും ഇല്ലാത്ത അവസ്ഥ വരുമ്പോൾ ബാങ്ക് പാസ്ബുക്ക് പരിശോധിക്കുന്നില്ല, ആർക്കാണ് ലോൺ കൊടുക്കുന്നതെന്ന് പരിശോധിക്കുന്നില്ല, എത്ര ലിങ്കേജ് ലോൺ ഉണ്ടെന്ന് ADS അറിയില്ല. ഇതെല്ലാം വരുമ്പോൾ അയൽക്കൂട്ടങ്ങളിലേക്ക് ആളുകൾക്ക് ADSലേക്ക് വരുമ്പോൾ തന്നെ അത് വരണോ വേണ്ടയോ എന്നുള്ള രീതിയിലേക്കെല്ലാം ചുരുങ്ങിപ്പോകുന്നുണ്ട്. അയൽക്കൂട്ടങ്ങളെ ഏറ്റവും നന്നായി നമ്മളുടെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ADS അംഗങ്ങളായ നിങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.